ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ചിക്കൻ പെപ്പർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല റെഡിയാക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു 3 ടീസ്പൂണോളം മല്ലിയും 1 ടീസ്പൂണോളം പെരുംജീരകവും കുറച്ച് കുരുമുളകും കുറച്ച് ചെറിയ ജീരകവും പട്ടയും ഗറാമും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് ഒരു ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാളയും ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ശേഷം ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ആവശ്യത്തിന് വേണ്ടി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇപ്പം നമുക്കൊരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മളിതിലേക്ക് കുറച്ച് മുളക് ചതച്ച് കൊടുക്കണം, ചതച്ച് വെച്ചത്. അതിനുശേഷം കുറച്ച് ഗരം മസാലയും പിന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ മസാലയും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ആ ചിക്കനിലേക്കൊക്കെ നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം കുറച്ച് കുരുമുളകും കൂടെ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര നാരങ്ങയുടെ ജ്യൂസും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അത് കഴിഞ്ഞ് നമുക്കൊരു ഉള്ളി ആവശ്യമുണ്ട്, അതിനെ കട്ടാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഡ്രൈ ആവുന്നവരെയും ഇതിനെ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഉപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുരുമുളകിൻ്റെ പൊടിയും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് നന്നായിട്ടുള്ള ഒരു ഡ്രൈ രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് അവസാനമായി കുറച്ച് മല്ലിയുടെ ഇല കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്നും കൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് റോസ്റ്റാക്കി എടുക്കാം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.